ഫ്രണ്ട്സ്, നിങ്ങളെ ദിവസവും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് അത് വളരെ ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് അറിയാം. കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന റെസ്പെക്റ്റ് അവിടെ നിന്ന് കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല, നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സമാധാനം പോലും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നില്ല. എങ്കിലും ആ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഇത് നിങ്ങളുടെ ലോ സെൽഫ് വർത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അതായത് പലതരത്തിലുള്ള ഭയങ്ങൾ നിങ്ങളെ പിടികൂടിയിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെടും എന്നുള്ളതിനേക്കാൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം നിങ്ങളിൽ ഉണ്ട്. അതായത് അയാളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടല്ല, അയാൾ പോയി കഴിഞ്ഞാൽ ഇനി വേറെ ആരും എന്നെ സ്നേഹിക്കില്ല എന്നുള്ളൊരു ഫേക്കായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം നമ്മളിൽ വർക്കൗട്ട് ആവുന്നു. അപ്പോൾ ഈ ഒരു ഫിയറിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നമ്മൾ നിന്നു പോകുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോ സെൽഫ് വർത്തിലുള്ള ആളുകൾ അവർ അവരുടെ വാല്യൂ തന്നെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അതായത് ഉള്ളതൊക്കെ മതി, ഇനി വേറെ ആർക്കും എന്നെ ഉൾക്കൊള്ളുവാൻ കഴിയില്ല, അപ്പോൾ കുറച്ച് ഡിസ്റെസ്പെക്റ്റ് ഉണ്ടായാലും അതൊക്കെ അങ്ങ് ടോളറേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നമുക്ക് വാല്യൂ നൽകുന്നില്ല എങ്കിൽ ഈ ലോകത്തുള്ള ഒരു വ്യക്തിക്കും നമ്മളെ വാല്യൂ ചെയ്യുവാൻ കഴിയില്ല. ആദ്യം നമ്മൾ നമുക്ക് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈ ലോകം മുഴുവൻ നമുക്ക് വാല്യൂ നൽകുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രോമ ബോണ്ടാണ്. അതായത് എന്നെങ്കിലും ഇവർ നന്നായി തിരിച്ചു വരും. അതായത് എൻ്റെ സ്നേഹം അവർ തിരിച്ചറിഞ്ഞ് എന്നെങ്കിലും അവരെന്നെ തിരിച്ച് സ്നേഹിക്കും. തുടക്കകാലത്തൊക്കെ ഇവർ തന്നിട്ടുള്ള കുറച്ച് നല്ല മെമ്മറീസൊക്കെ ഉണ്ടാകും. ആ മെമ്മറീസൊക്കെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെന്നെ കൂടുതലായി സ്നേഹിക്കുമെന്നുള്ളൊരു വിശ്വാസം, അതൊരു ഫേക്കായിട്ടുള്ള ബിലീഫ് സിസ്റ്റമാണ്. അതും ഉണ്ടാകുന്നു. നിങ്ങളെ അവർ സ്നേഹിക്കുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മാത്രമായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കുറേ കാലം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അവരിൽ നിന്ന് വിട്ടുപോകുവാൻ കഴിയുന്നില്ല എങ്കിൽ, അവരുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ, അവർ നിങ്ങളെ എപ്പോഴും സ്നേഹിക്കുന്നത് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മാത്രമായിരിക്കും. അതാദ്യം മനസ്സിലാക്കുക. അതുപോലെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെ ഐഡൻറ്റിറ്റി മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ടായിരുന്നു, പല ഗോളുകൾ ഉണ്ടായിരുന്നു, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മറന്നുകൊണ്ട് നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോകുന്നു. ഈ ഒരു വ്യക്തി മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എന്നുള്ള രീതിയിൽ അവരിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് നമ്മുടെ മൊത്തം ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി മറന്നു പോകുന്നു, നമ്മുടെ വാല്യൂ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് തിരിച്ചു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങൾക്ക് വാല്യൂ നൽകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വാല്യൂ ഒരിക്കലും മറ്റൊരാളുടെ അക്സെപ്റ്റൻസിൽ ആകരുത്. അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും സംതിങ് ആയിത്തീരുന്നത് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തി മാത്രമല്ല ഈ ലോകത്തുള്ളത്, അല്ലേ? നമുക്ക് ചുറ്റുപാടും ഒരു ലോകമുണ്ട്. അപ്പോൾ നമ്മൾ നമുക്ക് നൽകുന്ന വാല്യൂ, ആ വാല്യൂ അനുസരിച്ചിട്ടാണ് മറ്റുള്ളവർ നമുക്ക് വാല്യൂ നൽകുന്നത്. അതാദ്യം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലേൺ ടു സേ നോ. അതായത് നോ പറയേണ്ടടുത്ത് നോ പറയുക. ഇപ്പോൾ നിങ്ങൾ വളരെ ടയേർഡായിട്ടിരിക്കുകയാണ്, നിങ്ങളോട് ആ വ്യക്തി പറയുകയാണ് ഇന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തേ പറ്റുകയുള്ളൂ. നിങ്ങൾ ഉടനെ ചാടി എഴുന്നേറ്റ് പോയി ആ ജോലി ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ ടയേർഡായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് വേണ്ടത് എന്താണ്? അല്പം റെസ്റ്റാണ്. ആ റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാനത് ചെയ്തിരിക്കും. ഓക്കെ, അവിടെ നമ്മൾ നമുക്കായിട്ടൊരു സമയം കണ്ടെത്തുകയാണ്. അപ്പോൾ നോ പറയേണ്ടടുത്ത്, അങ്ങനെ പല കാര്യങ്ങളിലും നോ പറയേണ്ടടുത്ത് നോ പറയുവാൻ നമ്മൾ പരിശീലിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരു സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹെൽത്ത് ആകട്ടെ, നിങ്ങളുടെ കരിയർ ആകട്ടെ, നിങ്ങളുടെ ഡ്രീംസ് ആകട്ടെ, നിങ്ങളുടെ പർപ്പസ് ആകട്ടെ, എന്തുമാകട്ടെ, അതിലേക്ക് ഫോക്കസ് ചെയ്യുവാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്താൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ നിറവേറ്റി കൊടുത്ത് നമുക്ക് സമയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരാറുണ്ട്.
യഥാർത്ഥത്തിൽ ഈ ഹീലിംഗ് സംഭവിക്കുന്നത്, അതായത് ഈ ഹീലിംഗ് എവിടെയാണ്? മാനസികമായ തലത്തിൽ ഈ ഹീലിംഗ് സംഭവിക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്നിടത്താണ്. ഓരോ ദിവസവും ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ത്യാഗം സഹിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ അവിടെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദിവസവും നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അവിടെയാണ് നമ്മുടെ മാനസികമായിട്ടുള്ള ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സമാധാനത്തിൽ നിന്ന് അകറ്റുന്നുവെങ്കിൽ, നിങ്ങളുടെ കോൺഫിഡൻസ് തകർക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ തന്നെ ഇല്ലാതാക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, അതിൽ നിന്ന് പുറത്ത് കിടക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്.